ഇന്ന് ലോകത്തെല്ലാവരും സംസാരിക്കുന്നത് വിജയത്തെക്കുറിച്ചും അതുപോലെ തന്നെ നേട്ടങ്ങളെക്കുറിച്ചും അച്ചീവ്മെൻറ്റ്സ് സക്സസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇതിനെയെല്ലാം പിടിച്ചു നിർത്തുന്ന ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിർത്തുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ഒരു ക്യാരക്ടർ. നമുക്കൊരു ക്യാരക്ടർ ഇല്ലെങ്കിൽ നമ്മളുടെ ആ യാത്രയിൽ നമ്മൾ വഴിതെറ്റുകയും നമ്മൾ തകർന്നു വീഴുകയും ചെയ്യും. ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം അതാണ്. പലരും നേടുന്നുണ്ട് പലതും, പക്ഷെ അത് നിലനിർത്താനായിട്ട് സാധിക്കുന്നില്ല. അതിനെ നിലനിർത്താനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു കവചമായി നിൽക്കുന്ന, നമുക്ക് ഒരു ഇൻസുലേഷനായി നിൽക്കുന്ന ഒരു സാധനമാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. നമ്മുടേതായൊരു ഭാവവും നമ്മുടേതായൊരു നിലപാടും സത്യവും നീതിയും ഒക്കെ ജീവിക്കാനുള്ള കരുത്തും ഇത് നേടിയില്ലെങ്കിൽ നമ്മൾ ഈ നേടിയെടുക്കുന്നതെല്ലാം ചിലപ്പോൾ മറിഞ്ഞ് താഴെ വീഴും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും വലിയ അച്ചീവേഴ്സ് ആകുന്നുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെയും വിജയത്തെയും നിലനിർത്താനായിട്ട് സാധിക്കുന്നില്ല. സക്സസ് എന്ന് പറയുന്നത് തന്നെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാധനമാണ്, ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു സാധനമല്ല. അപ്പോൾ എന്തെങ്കിലും നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു ഇൻ്റഗ്രിറ്റി വേണം, ഒരു ക്യാരക്ടർ വേണം. അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന് പേരൻസിന് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ് വീഡിയോ സംസാരിക്കുന്നത്. പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ അസംബ്ലിയിലൊക്കെ സ്ഥിരമായിട്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇഫ് ദ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിതിങ് ഈസ് ലോസ്റ്റ്. ഒരു സ്വഭാവമാണ് മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനമെന്ന് നിരന്തരമായി വിദ്യാഭ്യാസത്തിലൊക്കെ പഠിപ്പിച്ചിരുന്നു. ഭവനത്തിലാണെങ്കിൽ സ്വഭാവത്തിൻ്റെ മാതൃകകൾ ധാരാളമായിട്ട് കണ്ടുപഠിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പാരൻറ്റിങ്ങിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും വലിയ ഊന്നലൊന്നും കൊടുക്കുന്നില്ല. കാരണം അതൊരു മെറ്റീരിയലിസത്തിൻ്റെ ഒരു മെറ്റമോർഫോസിസും കൂടാണ്. കാരണം മെറ്റീരിയലിസം അമിതമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ക്യാരക്ടറിനേക്കാളും കൂടുതൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, പോക്കറ്റിൽ എന്തുണ്ട്, നേട്ടങ്ങളായിട്ട് എന്തുണ്ട് എന്നൊക്കെയുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നൊരു ലോകമാണ്. ക്യാരക്ടർ നമ്മളാരാണ് എന്നുള്ളൊരു വലിയ വ്യത്യാസമാണ്. അപ്പം ഈ ക്യാരക്ടറിന് ഇന്ന് പ്രാധാന്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് പേരൻസൊക്കെ പലപ്പോഴും വിളിക്കുമ്പോൾ അവർ കുട്ടികളെപ്പറ്റി പറയുന്ന പല കാര്യങ്ങളിലും ഒരു വലിയ ക്വസ്റ്റ്യനായി നിൽക്കുന്നത് കുട്ടികളുടെ ക്യാരക്ടറാണ്. കാരണം എല്ലാം കഴിഞ്ഞു വരുമ്പോൾ നല്ലൊരു ശതമാനം കുട്ടികളിലും ഒരു ക്യാരക്ടർ ഇല്ലാത്തതിൻ്റെ വലിയ വേദന, വലിയ വിഷമം, വലിയ വെല്ലുവിളി ഇന്ന് ധാരാളം കുടുംബങ്ങളെ അലട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാരക്ടർ? അത് തന്നെ ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് യു റിയലി ആർ. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളതാണ് ക്യാരക്ടർ. നമുക്ക് റെപ്യൂട്ടേഷനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ സക്സസ്സൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പലതും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ക്യാരക്ടറിൻ്റെ ഒരു വലിയ കുഴപ്പം ഇത് ഒരിടത്തും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇതൊരു വ്യക്തിയിൽ അനുദിനം നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്യാരക്ടർ ഒരു കുട്ടിയിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ ആ കുട്ടിക്ക് അതിനുള്ള അവസരങ്ങളും സാധ്യതകളും ധാരാളമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മുൻഗണന തന്നെ അതിനായിരിക്കണം. സ്വന്തമായൊരു ഭാവം ഒരു കുട്ടിയിൽ സൃഷ്ടിക്കുക, ഒരു ഇൻഡിവിഡ്വാലിറ്റി, ഒരു പേഴ്സണാലിറ്റി, ഒരു പേഴ്സണൽ ഡിഫറൻസ് ഒരു കുട്ടിയിൽ സൃഷ്ടിക്കണമെങ്കിൽ അതിനെ ഒരു ഫോട്ടോ കോപ്പിയാക്കി എടുക്കാതിരിക്കാനുള്ള മാർഗം തന്നെ ആദ്യം ഉണ്ടാണ്. അപ്പം ഈ കമ്പാരിസനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരു കുട്ടിയെ ഒരു നല്ല ക്യാരക്ടറാക്കി മാറ്റണമെങ്കിൽ ആ കുട്ടിയിലേക്ക് തന്നെ നയിക്കുക എന്ന് പറയുന്ന വലിയ ചടങ്ങ് അവിടെയുണ്ട്. നമ്മൾ വേറെ ആരും ആക്കാൻ ശ്രമിക്കാതെ ഓരോ വ്യക്തിയും സ്വന്തമായൊരു ഭാവമുള്ള ഒരാളായി, സ്വന്തമായ പ്രത്യേകതകളുള്ള ഒരാളായി, അവൻ്റെ യുണീക്നെസ്സിനെയും അവൻ്റെ ഡിഫറൻസിനെയും ഒക്കെ എൻജോയ് ചെയ്യുകയും ഓണർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളായി മാറുകയും അതോടൊപ്പം തന്നെ അവൻ നിൽക്കുന്ന ലോകത്ത് വളരെ കംഫർട്ടബിളായിട്ടും വളരെ അമിക്കബിളായിട്ടും വളരെ കോഡിയലായിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായി മാറുന്ന ഒരവസ്ഥയാണ് ഒരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു നല്ല ക്യാരക്ടറിൻ്റെ പ്രതിഫലനമാണ് കൈൻഡ്നെസ്സും മേഴ്സിയും കമ്മ്യൂണിക്കേഷനും ഹെൽപ്പിങ്ങും. അതൊക്കെ ഒരു നല്ല ക്യാരക്ടറിൽ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഒരാൾ അവനവനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. ചില ആൾക്കാരെയൊക്കെ നമുക്ക് കണ്ടറിയാം. അവർ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ആർക്ക് പാര വയ്ക്കാം, ആരെയെല്ലാം ഉപദ്രവിക്കാം, എന്തെല്ലാം വിദ്വേഷമായ മെസ്സേജുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം, എന്തെല്ലാം തരത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാം, എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ചിട്ട്, അത് മതമായിരിക്കാം, രാഷ്ട്രീയമായിരിക്കാം, ജാതിയായിരിക്കാം, എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ചിട്ട് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഇങ്ങനെ നിരന്തരമായി പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നവരെ കണ്ട് ആസ്വദിക്കുന്ന
അല്ലെങ്കിൽ അത്രയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ആരാധിക്കുന്ന ഒക്കെ ആൾക്കാർ നമ്മൾ ലോകത്ത് ഒത്തിരി കാണുന്നുണ്ട്. അവിടെ നമ്മൾക്ക് ഈസിയായിട്ട് കാണാൻ കഴിയുന്നത് ഒരു ക്യാരക്ടർ സൃഷ്ടിക്കപ്പെടാതെ പോയ അതൊരു ദുരവസ്ഥയാണ്. ഒരു ക്യാരക്ടറുള്ള ഒരാളിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ വെളിയിലേക്ക് തുളുമ്പി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും ചേർത്ത് പിടിക്കാനും മറ്റുള്ളവരെ ലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ കഴിയുന്നത്? ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചൊക്കെ പല ആൾക്കാരും വളരെ മോശമായിട്ട് പറയുന്നതൊക്കെ കേൾക്കാം. അത് ഒരു ക്യാരക്ടർ ഇല്ലായ്മ കൊണ്ടാണ് അത്തരം ഒരാളിനെ പറ്റി നല്ലത് പറയാൻ നമുക്ക് പ്രയാസം. നമ്മുടെ തന്നെ ഒരു വലിയ പൂപ്പൻ, നമുക്ക് ഇന്ന് ഈ കാണുന്ന സൗഭാഗ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനമായി മാറിയ ഒരു വലിയ പൂപ്പനെ നമ്മൾ ഇന്ന് വലിച്ചഴച്ച് നാറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ദുരന്തമാണ് പലരുടെയും മനസ്സിലിരിപ്പ്. അവർ ചെയ്ത നന്മകളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവർക്കൊക്കെ എത്രയോ വലിയ ഒരു കേംബ്രിഡ്ജ് പോലുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വലിയ സാധ്യതകൾ, സാമ്പത്തിക സാധ്യതകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക്കായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന ഒരാൾ എല്ലാം കളഞ്ഞ് ഈ രാജ്യത്തേക്ക് വരികയാണ്. ഒരു സായിപ്പ് സൗത്ത് ആഫ്രിക്ക വെച്ച് ചോദിക്കുന്നുണ്ട്, ഗാന്ധിജി നിങ്ങൾ എന്തിനാണ് എല്ലാം പാക്ക് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, മൈ കൺട്രി ഈസ് ഇൻ ഡേഞ്ചർ. എൻ്റെ രാജ്യം വളരെ വെല്ലുവിളികൾ നേരിടുകയാണ്, എനിക്കവിടെ തിരിച്ചു ചെല്ലണം, എനിക്ക് അവിടെ പ്രവർത്തിക്കണം. ഇന്ന് നമുക്ക് കാണാൻ കഴിയുമോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ? ഇന്ന് ഇവിടുന്ന് ഓടിപ്പോകാനാണ് ശ്രമിക്കുക. മൈ കൺട്രി ഈസ് ഇൻ ഡേഞ്ചർ, സോ ഐ വാണ്ടഡ് ടു എസ്കേപ്പ് ഫ്രം ഹിയർ. ഇതാണ് ഇന്ന് കാണുന്ന ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരുടെയും മക്കൾ ഓടുകയാണ്. അപ്പോൾ എന്തായിരുന്നു അവരൊക്കെ? അന്നത്തെ കാലത്ത് അത്രയും വലിയ സാധ്യതകളുണ്ടായിരുന്ന മനുഷ്യരൊക്കെ അവരുടെ എല്ലാ സാധ്യതകളെയും വലിച്ചെറിഞ്ഞിട്ട് ഈ രാജ്യത്തിൻ്റെ ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് തന്നെ എത്രയോ താങ്ക്ഫുള്ളായിട്ട് നമ്മൾ ഓർക്കേണ്ട, എത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും ഓർക്കാൻ പറ്റാത്ത വൈകല്യം നിറഞ്ഞ ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് വരികയാണ്. കാരണം ഇതിന്ന് പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലച്ച് പിടിക്കില്ല, അത് കത്തൂല്ല. കാരണം ക്യാരക്ടറുള്ളവരുടെ ഒരു മെജോറിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് എന്ത് മോശമായ കാര്യവും സത്യവും നീതിയും നന്മയും സ്നേഹവും ഒക്കെ ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്ക് വൃത്തികേടുകളെല്ലാം ലോകം പല പ്രാവശ്യം ചുറ്റിക്കഴിയും. കാരണം അത്ര കണ്ട് ക്യാരക്ടറില്ലാത്ത മനുഷ്യരുടെ എണ്ണം ലോകത്ത് കൂടുകയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളിലൊക്കെ ഒരു നല്ല ക്യാരക്ടർ ഉണ്ടായാൽ വലിയ ഡിമാൻഡായിരിക്കും അവർക്ക്. കാരണം ഒരു കാര്യം ഞാൻ വളരെ പ്രധാനമായിട്ട് പറയാം. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ഇനി എന്തിനായിരിക്കും ഡിമാൻഡ്, ഏത് ഫീൽഡിലായിരിക്കും ഡിമാൻഡ്? പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി ഈസ് ഗോയിങ് ടു ഹാവ് ഡിമാൻഡ്, നോ ഡൗട്ട്. കാരണം കള്ളന്മാരും കൊള്ളരുതാത്തവരും വൈകല്യം നിറഞ്ഞവരും കൂടി വരുന്ന ഒരു ലോകത്ത് ഇൻറ്റഗ്രിറ്റിയുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, കേപ്പബിലിറ്റിയുള്ള, ഒരു സ്റ്റാൻഡുള്ള, നിലവാരമുള്ള ആൾക്കാർക്ക് ഇനി ഭയങ്കര ഡിമാൻഡായിരിക്കും. ഒരു സംശയവും വേണ്ട. ഒരു കല്യാണത്തിന് ആലോചിക്കുന്ന അങ്ങനെ ഒരാളെ ആയിരിക്കും, ഒരു ജോലിക്കെടുക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരാളെ ആയിരിക്കും. കൂടെ നിർത്താൻ, വിശ്വസിക്കാൻ, ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വലിയ സാധ്യതയായിരിക്കും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ കാണുന്ന പിന്നെ മോശപ്പെട്ട ആൾക്കാരുടെ ഒരു റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റൊന്നും അധികം കാലം നിലനിൽക്കില്ല. അത്ര ആൾക്കാർ സസ്റ്റെയിൻ ചെയ്യില്ല, സർവൈവ് ചെയ്യില്ല, അവർ താഴെ വീഴും. ഒരു സംശയമില്ല. നമുക്ക് ഈ PR കൊണ്ടൊക്കെ എത്ര കാലം നിലനിൽക്കാനായിട്ട് സാധിക്കും? നമ്മുടെ കുട്ടികളിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടാകാനായിട്ട് പരിശ്രമിക്കണം. അതിനൊരു പ്രയോറിറ്റി നമ്മൾ വീടുകളിൽ കൊടുക്കണം. മറ്റെന്തിനേക്കാളും ഉപരി 5 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നൊരു കുട്ടിയാണെങ്കിലും അവനെ സ്വന്തമായിട്ടുള്ള 5 മാർക്കാണ് കോപ്പി അടിച്ച 10 മാർക്കിനേക്കാളും നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുന്ന അച്ഛനും അമ്മയും ഈ കാലഘട്ടത്തിലുണ്ടാവണം. നിനക്കതിന് കഴിവില്ലെങ്കിൽ അത് വേണ്ട, നിനക്ക് കഴിവുള്ളതിൽ നീ വിശ്വസിക്കാൻ പറയുന്ന, ഇവിടേക്കാണ് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരുന്നത്. അല്ലാതെ ആവശ്യമില്ലാതെ കുട്ടികളെ നമ്മൾ മറ്റ് മെറ്റീരിയലായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയുള്ള ഒരു പ്രയാണത്തിലാണ് മാതാപിതാക്കളെങ്കിൽ കുട്ടികളിലൊരു ക്യാരക്ടർ ഉണ്ടാവില്ല. അവരുടെ സ്വന്തം നിലപാടുകളെ വിശ്വസിക്കാനും ആ നിലപാടുകളെ വാലിഡേറ്റ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും അവരുടെ ശരിയും തെറ്റും കാണിച്ചു കൊടുക്കാനും തിരുത്തേണ്ടിടത്ത് തിരുത്താനും അവരെ കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുപ്പിക്കാനും അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യിക്കാനും അവരുടെ ഒപ്പീനിയൻസിനെ കേൾക്കാനും ആ ഒപ്പീനിയൻസിൻ്റെ മേലിൽ ഡിസ്കസ് ചെയ്യാനും ഒക്കെ തയ്യാറാകുമ്പോൾ അവരിലൊരു ക്യാരക്ടർ പതുക്കെ രൂപപ്പെട്ടു വരും. അതിനുള്ള ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുക. തെറ്റാനുള്ള ധൈര്യം കൊടുത്താൽ മാത്രമേ ഒരു ശരി കണ്ടുപിടിക്കാനുള്ള ഒരു സ്പേസ് കുട്ടികൾക്ക് കിട്ടുള്ളൂ. ഇന്ന് തെറ്റാൻ പാടില്ല, തോൽക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ്? അപ്പോൾ കുറുക്കു വഴികളിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് കുട്ടികൾ ശ്രമിക്കുമ്പോൾ അവർ നഷ്ടപ്പെടുത്തി കളയുന്ന ഏക സാധനത്തിൻ്റെ പേര് ക്യാരക്ടറാണ്. നമ്മളവരുടെ മേൽ പ്രഷർ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ അവർ പിന്നെ അവർക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള ആ പ്രയാണത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്നത് ക്യാരക്ടറാണ്. ഇന്ന് ആ തരത്തിൽ കൃത്രിമമായി എല്ലാം നേടിയെടുക്കുന്ന ഒരു ലെവലിലേക്ക് കുട്ടികളൊക്കെ മാറിക്കഴിഞ്ഞു. അധ്വാനിക്കാതുള്ള ജീവിതത്തെക്കുറിച്ച് ഗാന്ധിജി പറയുന്നു, അധ്വാനിക്കാതുള്ള ജീവിതം.
സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം, ഇതെല്ലാം തന്നെ നമ്മുടെ ക്യാരക്ടറെ നശിപ്പിക്കുകയാണ്. എങ്ങനെങ്കിലും ഇലക്ഷൻ ജയിക്കുന്ന നേതാക്കന്മാരൊക്കെയുള്ള, അതിനുവേണ്ടി എന്ത് കഥയും എന്ത് മോശപ്പെട്ട പ്രവൃത്തിയും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതെല്ലാം ക്യാരക്ടറില്ലാതെ വളർന്നു വന്ന ക്യാരക്ടേഴ്സിൻ്റെ പ്രതിഫലനങ്ങളാണ്. അപ്പോൾ നല്ല ക്യാരക്ടറുള്ളവരായി മാറാൻ, നല്ല ക്യാരക്ടറുള്ളവരായി മാറാൻ ഒരു ഡിഗ്നിറ്റിയോടെ ജീവിക്കാൻ സാധിക്കും. അവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വഴി തുറക്കപ്പെടും, ഒരു സംശയമില്ല. നമുക്ക് അത്തരത്തിൽ നിലപാടുകളുണ്ടെങ്കിൽ, ആ നിലപാടുകളിൽ നിൽക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ, പിന്നെ തീർച്ചയായിട്ടും ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ നഷ്ടങ്ങളൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ചിലയിടത്തൊക്കെ മാറി നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂട്ടി നിർത്തേണ്ടതായിട്ട് വരും. കൊള്ളരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ അകറ്റി നിർത്തേണ്ടതായിട്ട് വരും. കറക്ഷൻസ് ഉണ്ടാവേണ്ടി വരും. ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് കൺവീനിയൻസ് ബട്ട് എ മാറ്റർ ഓഫ് കൺവിക്ഷൻ. ക്യാരക്ടർ എന്ന് പറയുന്നൊരു കൺവിക്ഷനാണ്. ദിസ് ഈസ് വാട്ട് ഈസ് റൈറ്റ്. ഇപ്പോൾ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നാളെ അതങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷെ നാളെ അതിനൊരു മാറ്റം ഉണ്ടാകേണ്ടി വരുമ്പോൾ മാറ്റം വരും. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് പല കാര്യങ്ങളിലും വ്യത്യസ്തമായ ചിന്തകളുണ്ടാവാം. അതൊക്കെ ഒരു മെറ്റമോർഫോസിൻ്റെ ഭാഗമാണ്. നമ്മൾ വളരുകയും നമ്മൾ പക്വമാകുകയും നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറുകയും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിൽ പുരോഗതി ഉണ്ടാകുന്നത് ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നും ഒരു കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു സാധനമല്ല. ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ആ നിലപാടിൽ തിരുത്തലുകളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടിയാണ്? നേട്ടങ്ങൾ കൊയ്യാനും ലാഭം ഉണ്ടാക്കാനും എങ്ങനെയെങ്കിലും കൃത്രിമത്തിലൂടെ വിജയിക്കാനും വേണ്ടിയല്ല. കുറച്ചുകൂടെ നമ്മുടെ ക്യാരക്ടറിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അത് നമ്മുടെ കുട്ടികളിലൊക്കെ ചെറിയ പ്രായം മുതലേ, സ്കൂളുകൾക്കൊക്കെ അതിൽ വലിയ ഒരു റോളുണ്ട്. ഒരു ക്യാരക്ടറിന് വേണ്ടി ഏറ്റവും നല്ല ക്യാരക്ടറുള്ള ഒരു കുട്ടിക്കൊരു അവാർഡുണ്ടോ നമ്മുടെ സ്കൂളുകളിൽ? ഏറ്റവും ഇൻറ്റഗ്രിറ്റിയോടെ പ്രവർത്തിക്കുന്ന, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന, കൈൻഡ്നെസ് കാണിക്കുന്ന, മേഴ്സിഫുള്ളായിട്ട് പെരുമാറുന്ന, നല്ല മാനേഴ്സ് കാണിക്കുന്ന, നല്ല ലീഡർഷിപ്പ് കാണിക്കുന്ന, സഹായിക്കുന്ന ഒക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? കോപ്പി അടിച്ച് മാർക്ക് വാങ്ങിക്കുന്ന ഒരുത്തരം നമ്മൾ വേണമല്ലോ എല്ലാ പ്ലാസ്റ്റിക്കും പലകയും എല്ലാം എടുത്ത് കൊടുത്ത് ആദരിക്കുന്ന കാണാം. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അച്ചീവ്മെൻറ്റും ക്യാരക്ടറുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അച്ചീവ് ചെയ്യുന്ന എല്ലാവരും വലിയ ക്യാരക്ടറൊന്നും ഉണ്ടായിരിക്കണം, യാതൊരു നിർബന്ധമില്ല. അത് രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നൊരു കാര്യമല്ല. പലപ്പോഴും അച്ചീവ്മെൻറ്റ് നേടുന്ന ഈ കാലഘട്ടത്തിലെ അച്ചീവേഴ്സിനെ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അച്ചീവ്മെൻറ്റിനേക്കാളും പ്രധാനമാണ് ക്യാരക്ടർ എന്ന അവരെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സ്കൂളുകളിലും ഒക്കെ ഉണ്ടാവണം. അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്, അവരേത് വണ്ടിയിൽ നടക്കുന്നു, അവരെന്ത് വെയർ ചെയ്യുന്നു, ഇതൊന്നും ക്യാരക്ടറേ അല്ല. ഇതൊക്കെ ക്യാരക്ടറായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അവരാരാണ് എന്നുള്ളതാണ് പ്രധാനം. സത്യം ജീവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? നീതി ജീവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? നിലപാടുകൾ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? വാക്ക് പാലിക്കാൻ കഴിയുന്നുണ്ടോ? സമയം പാലിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെയാണ് ഒരു ക്യാരക്ടറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ ലീഡർഷിപ്പ് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പൊസിഷൻ. അതൊരു പൊസിഷനല്ല. ഒരു വ്യക്തിയെ അതിൻ്റെ എല്ലാ ഇൻറ്റഗ്രിറ്റിയിലും നിലനിർത്താനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചെറിയ പ്രായം മുതൽ, അവിടെ എപ്പോഴും നമുക്ക് ജയമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. തോൽക്കട്ടെ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ തൻ്റെ മകൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എഴുതിയതെന്ന് ചിന്തിക്കുന്ന ഒരു കത്തിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് പോലെ എൻ്റെ മകനെ അച്ചീവറൊന്നും ആക്കണ്ട, വലിയ നേട്ടക്കാരനൊന്നും ആക്കണ്ട, പക്ഷെ അവനെ സത്യത്തിൽ നിലനിൽക്കാനുള്ള ധൈര്യം കൊടുക്കാനാണ് പറയുന്നത്. ആ സത്യത്തിൽ നിലനിൽക്കാനുള്ള ധൈര്യം, ശരിയിൽ നിലനിൽക്കാനുള്ള ധൈര്യം. തോൽവിയാണെങ്കിലും അത് വളരെ ഗ്രേസ്ഫുള്ളായിട്ട് വാങ്ങിക്കാൻ. തോറ്റ കാൻഡിഡേറ്റിൻ്റെ ആൾക്കാർ ജയിച്ച കാൻഡിഡേറ്റിനെ തല്ലാൻ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം എവിടെ പോയി നിൽക്കും നമ്മൾ? ഒരു തോൽവി അംഗീകരിക്കുന്നത് പോലും എന്തൊരു വലിയ ക്യാരക്ടറാണ്. നമ്മളൊരു ഇലക്ഷനിലൊക്കെ മത്സരിക്കുമ്പോൾ അതൊരു മത്സരമാണ്. ഇവിടെ ഒരാൾ ജയിക്കുകയും ബാക്കിയുള്ളവർ തോൽക്കുകയും ചെയ്യും. അതിനെ ഗ്രേസ്ഫുള്ളായിട്ട് അംഗീകരിക്കാൻ കഴിയാത്തവൻ ഈ പണിക്ക് പോകരുത്. ഒരു പൊസിഷനിൽ കയറിക്കഴിഞ്ഞാൽ ആ പൊസിഷൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ഇപ്പോൾ ജയിച്ച കാൻഡിഡേറ്റ്സൊക്കെ ചെയ്യേണ്ടത് അവരെന്താണ് ഈ ലോകത്തിന് കൊടുക്കാൻ പോകുന്നുള്ളതാണ് ഇനിയും ചിന്തിക്കേണ്ടത്. അല്ല എന്ത് വേണ്ടി അടിച്ചു മാറ്റാമെന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. ഒരു പൊസിഷൻ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. വിജയം എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. തോൽവി എന്ന് പറയുന്നത് അത് വളരെ ഗ്രേസ്ഫുള്ളാണ്. കാരണം ആരൊക്കെ തോക്കാനുള്ളത് കൊണ്ടാണ് കുറേ ആൾക്കാർ ജയിക്കുന്നത്. തോൽക്കുന്നത് ഒരു ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. തോറ്റ എല്ലാവരും മോശക്കാരായതുകൊണ്ടല്ല തോറ്റത്. അവർക്ക് നിലപാടുകളുള്ളതുകൊണ്ട് തോറ്റ ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരാൾ ഏറ്റവും ആ സ്ഥലത്ത് ഏറ്റവും ജയിക്കേണ്ട ഒരാൾ, എല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞാൽ, പക്ഷേ എതിർ സൈഡിൽ വളരെ കൃത്രിമത്തോടെ പ്രവർത്തിച്ച ഒരാൾ വിജയം നേടുകയും ഈ യോഗ്യനായ വ്യക്തി തോൽക്കുകയും ചെയ്തു. അത് തോൽവിയല്ല.
നിലപാടാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാവുന്നവർ അദ്ദേഹം പറഞ്ഞത് ആ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല, ആ നിലപാടിന് കിട്ടുന്ന ഒട്ടുമതി. അപ്പോൾ അവിടെ പുള്ളിക്ക് അതൊരു തോൽവിയല്ല, മറ്റുള്ളവർ തോൽവിയായിട്ട് കാണുമ്പോഴും അദ്ദേഹം ആ നിലപാടുകളിൽ നിന്നതിൽ വളരെ അഭിമാനിക്കുന്ന ഒരാളാണ്. എന്നെ ചിലയിടത്തൊക്കെ വിളിക്കാറില്ല, ചില സ്ഥാപനങ്ങളിലൊക്കെ എന്നെ വിളിക്കാൻ പേടിയാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അത് വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വലിയൊരു പ്രോഗ്രാമിന് എന്നെ അനൗൺസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉദ്ഘാടകൻ പറഞ്ഞിട്ട് എന്നെ മാറ്റി. എനിക്ക് ഏറ്റവും അവർ വളരെ വിഷമത്തോടാണ് എന്നെ വിളിച്ച് പറഞ്ഞതെങ്കിലും ഞാനത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് എടുത്തത്. കാരണം അത്രയെങ്കിലും എന്നെ പേടിക്കുന്നുണ്ടെങ്കിൽ ഐ ആം സോ ഹാപ്പി. അതൊരു വിഷയമേ അല്ല, നിലപാടുകൾ തന്നെയാണ് പ്രധാനം. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ലീഡർഷിപ്പ് ഓർ ക്യാരക്ടർ ഈസ് നോട്ട് എ മാറ്റർ ഓഫ് കൺവീനിയൻസ് ബട്ട് എ മാറ്റർ ഓഫ് കൺവിക്ഷൻ. എല്ലാവർക്കും സന്തോഷം നേരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നാളെ മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മുടെ മക്കൾക്ക് ക്യാരക്ടർ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും, നമുക്ക് അവസാന കാലത്ത് വേദനിക്കേണ്ടി വരും. മറ്റെന്തില്ലെങ്കിലും അവർക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട വരില്ല. അവർ തല ഉയർത്തി ഈ ലോകത്ത് ജീവിക്കുമെന്ന് 100% ഉറപ്പോടുകൂടി ഞാൻ പറയുന്നു. അത് ജീവിച്ച് അത് നേടാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ അത് പറഞ്ഞു പഠിപ്പിക്കുക. ഒരു സംശയവും വേണ്ട, ദേ റിയലി സക്സീഡ് ഇൻ ദിസ് വേൾഡ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.